ഹലോ വ്യൂവേഴ്സ്, നന്ദി, നമസ്കാരം. എൻ്റെ ഭജൻ ദീപം ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഭജൻ ദീപം ഇത്ര വലിയ ചാനലാണോ? അല്ല, ഒരു കുഞ്ഞു ചാനലാണ് എൻ്റെ. ഓക്കെ, പക്ഷെ ഞാനിപ്പോൾ ഇതിലിവിടെ വീഡിയോ ഇടാൻ കാരണം കഷ്ടിച്ചൊരു 2022 തുടങ്ങിയതാണ് എൻ്റെ ചാനൽ. മ്യൂസിക് ചാനലായിട്ടാണ് തുടങ്ങിയത്. എനിക്ക് പാട്ടേ അറിയുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ പാട്ടുകൾ പാടിയിട്ടു. കരോക്കയോടുകൂടി. അറിയില്ലായിരുന്നു കോപ്പിറൈറ്റ് എന്താവും, എന്താണ് കോപ്പിറൈറ്റ് ഒന്നും അറിയില്ലായിരുന്നു. പാട്ടുകളെല്ലാം യൂട്യൂബ് ബ്ലോക്ക് ചെയ്തു. പിന്നെ അപ്പോൾ എനിക്ക് സംശയം, എനിക്കറിയില്ല എന്തുകൊണ്ട് ഈ ബ്ലോക്ക് ചെയ്തത്, എന്താ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല. പക്ഷേ പിന്നെ അതവിടെ നിർത്തി. പക്ഷെ ഈയിടെയായിട്ടാണ് എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്, യൂട്യൂബ് ചാനലിൽ എത്രയോ പേര് നല്ലപോലെ ഗ്രോ ആവുന്നുണ്ട്, നല്ലപോലെ വളരുന്നുണ്ട്, അവരുടെ ഓരോരോ കണ്ടൻറ്റുകൾ അവരെടുത്തത് നന്നായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ചാനലൊന്ന് പൊടി തട്ടിയെടുത്തേക്കാം, നോക്കാം എന്താ ആവുകയെന്ന്. അങ്ങനെ ഈ കഴിഞ്ഞ ജൂലൈ 1 വീണ്ടും ഞാൻ അതിനെ ഒന്ന് പൊടി തട്ടിയെടുത്തത്. അപ്പോൾ അതിൽ ആ സമയത്ത് എനിക്ക് വെറും 51 സബ്ബായിരുന്നു ഉണ്ടായിരുന്നത്. അത്യാവശ്യം 10-15 പാട്ടുകൾ ഇട്ടതെല്ലാം കോപ്പിറൈറ്റ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. വീണ്ടും പാട്ട് തുടങ്ങി, കരോക്കെ ഇല്ലാതെ പാടാൻ തുടങ്ങി, എൻ്റെ വോയിസിൽ മാത്രം പാടാൻ തുടങ്ങി. എനിക്ക് ഇപ്പം ഞാൻ പറയുന്ന ശബ്ദത്തിലെല്ലാം ഞാൻ പാടും, എൻ്റെ വോയിസ് വേറെയാണ്. അപ്പോൾ മെലഡി സോങ്സ്, ഭജനകൾ, പിന്നെ ഡിവോഷണൽ സോങ്സ്, ഹിന്ദി, മലയാളം മെലഡി സോങ്സ്, ഇതൊക്കെ പാടിയിടാം എന്നുള്ളതിലാണ് തുടങ്ങിയത്. പക്ഷേ പാട്ടുകൾ കുറച്ചും കൂടെ പാടിയിട്ടപ്പോൾ വ്യൂവേഴ്സ് ഇല്ലാതെ 50, 10, 4 ഇതൊക്കെയായിരുന്നു വ്യൂവേഴ്സ്. സബും കൂടുന്നില്ലായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ ഒക്കെ ഇട്ട് കഷ്ടിച്ചൊരു 100 പേര് കൂടിയിട്ടുണ്ട്. 150-160ഓളം പേര് ഇപ്പം ആയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഈ കുറേ പേരുടെ വീഡിയോസ് കണ്ടു. എന്താ യൂട്യൂബ് YT സ്റ്റുഡിയോയിൽ ചെയ്യേണ്ടുന്ന സെറ്റിങ്സിനെ കുറിച്ച്. എൻ്റെ ചോദ്യം, ഈ സെറ്റിങ്സ് എല്ലാം ഇവർ പറയുമ്പോൾ ആ സെറ്റിങ്സ് എല്ലാം ചെയ്തിട്ടും എന്തുകൊണ്ട് നമ്മുടെ ചാനൽ വളരുന്നില്ല? എന്തുകൊണ്ട് സബ് കൂടുന്നില്ല? എന്തുകൊണ്ട് വ്യൂസ് കൂടുന്നില്ല? കൂടുന്നുണ്ട്. ആരുടെ? ഈ പറയുന്ന ആൾക്കാരുടെ. നമുക്ക് പറഞ്ഞു തരുന്ന അവരുടെ സബ് കൂടുന്നുണ്ട്, വ്യൂവേഴ്സ് കൂടുന്നുണ്ട്. ഒരു സുഹൃത്താണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് സെറ്റിംഗ് ചെയ്തു തന്നു. ഓക്കെ, ആ സുഹൃത്ത് ചെയ്തു തന്നു, നല്ല കാര്യം തന്നെ. സെറ്റിങ്സ് എനിക്കറിയാത്തെല്ലാം ചെയ്തു തന്നു. സെറ്റിങ്സ് ചെയ്തു തന്നാൽ വ്യൂസ് കൂടും വിചാരിച്ചിരുന്ന കാര്യമുണ്ടോ? ഇല്ല, ഒട്ടും കൂടില്ല. ജനങ്ങൾക്ക് എന്താ വേണ്ടത്? പബ്ലിക്കിന് എന്താ വേണ്ടത്? മസാലയാണ് വേണ്ടത്. അവർക്ക് ഈ നമ്മൾ സാധാ സ്ട്രൈറ്റ് ഫോർവേഡ് പോകുന്ന പാട്ടുകളോ മ്യൂസിക് ഉണ്ട്, ഇല്ലാതില്ല. കുറച്ച് പേരുണ്ട് പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർ. പക്ഷെ അവർക്കെല്ലാം വേണ്ടുന്ന മസാലയാണ്. അപ്പോൾ എനിക്ക് പാട്ടല്ലാതെ ഒന്നും അറിയില്ല. പക്ഷെ അപ്പം ഞാനിപ്പോൾ അതിൽ മിക്സാക്കി കുറച്ച് വിദേശ രാജ്യങ്ങളിലെ വീഡിയോസ്, നേച്ചർ ഓഫ് ബ്യൂട്ടി, പിന്നെ അമ്പലങ്ങളിലെ തെയ്യം, അയ്യപ്പൻ വിളക്ക്, ഇതൊക്കെ പുരാതന കലകളാണ്. ഇപ്പോഴും അന്യനാട്ടിലൊക്കെ അതിനൊക്കെ ഭയങ്കര എത്രയോ ആൾക്കാർ അത് ദൈവീകമായി കൊണ്ട് നടക്കും. ഞങ്ങളുടെ വടവതിരയിൽ ആദ്യമായിട്ട് അയ്യപ്പൻ വിളക്ക് വന്നപ്പോൾ എന്തുമാത്രം ജനലക്ഷങ്ങളായിരുന്നു അതിൽ കാണാൻ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നി. അത് ഈയിടെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ. കാണാൻ ആഗ്രഹിക്കുന്നവരത് തുറന്ന് കാണണം. പിന്നെ തെയ്യമും കണ്ടു കഴിഞ്ഞാൽ എത്ര ദൈവഭക്തി വഴിഞ്ഞൊഴുകുന്ന ഒരു കലയാണ് തെയ്യം. അതിൻ്റെയും ചെറിയൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എൻ്റെ ചാനൽ മിക്സാണ്. അങ്ങനെയെങ്കിലും ഓൺലി പാട്ട് കൊണ്ട് മാത്രം ഇത് സബ് കൂടാൻ പോകുന്നില്ല, വ്യൂസ് കൂടാൻ പോകുന്നില്ല, വാച്ചവേഴ്സ് കൂടാൻ പോകുന്നില്ല, മോണിറ്റൈസേഷൻ ആവാനേ പോകുന്നില്ല. എല്ലാം അറിയാം. പക്ഷേ സെറ്റിങ്സ് എല്ലാം ഇത്രയും പേരുടെ വീഡിയോസ്, കുറേ പേരുടെ വീഡിയോസ് ഞാൻ കണ്ടു. ആ സെറ്റിങ്സ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ എനിക്കൊന്നും കൂടുന്നില്ല. കൂടുന്നത് അവരുടെ വ്യൂവേഴ്സും അവരുടെ സബും എല്ലാമാണ് കൂടുന്നത്.
പോട്ടെ, വളരട്ടെ അവരുടെ. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നെപ്പോലെ ബിഗിനേഴ്സോ അല്ലെങ്കിൽ എന്നെപ്പോലെ സബ്ബോ വ്യൂവേഴ്സോ ഇല്ലാത്തവരോടാണ്. നമ്മൾ ഈ സെറ്റിങ്സ് എല്ലാം ചെയ്താൽ നമുക്ക് വ്യൂസ് കൂടും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല സുഹൃത്തുക്കളെ. നമ്മുടെ ചാനലിലുള്ള കണ്ടൻറ്റ് മസാലകൾ ചേർത്തി പബ്ലിക്കിന് ഇട്ട് കൊടുക്കണം. അവർക്ക് അതിലൊക്കെയാണ് താല്പര്യം. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ പാട്ടാണ്, അപ്പോൾ അതിൽ ഡിവോഷണൽ സോങ്സ്, ഭജനകൾ, അതൊക്കെ പാട്ട് എന്തായാലും വിടാൻ പോകുന്നില്ല. അത് ഞാൻ ചെറിയ ചെറിയ പാട്ടുകൾ, മെലഡി സോങ്സ്, പിന്നെ ഹിന്ദി മലയാളം സോങ്, ഞങ്ങൾ കച്ചേരിയൊക്കെ നടത്തുമ്പോൾ അതിൻ്റെ ചെറിയ പോർഷൻസ്, അതൊക്കെയാണ് ഞാൻ ഇടുന്നത്. എനിക്കതിനാണ് കൂടുതൽ താല്പര്യം. എങ്കിലും വിശ്വാസം കൈവിട്ടിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ യൂട്യൂബ് നമ്മളെ ഉയർത്തും. നിങ്ങളും അതുപോലെ വിശ്വാസം കൈവിടരുത്. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരുടെയും ചാനൽ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ പാട്ടുകൾ കേൾക്കൂ, അതിന് സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻ്റ് ഇടൂ. പാടിയത് ഇഷ്ടപ്പെട്ടാൽ, ഏതൊക്കെ പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർ പറഞ്ഞാൽ പഴയ പാട്ടുകൾ പാടാൻ തയ്യാറാണ്. കരോക്കെ ഇല്ലാതെ, കരോക്കെ ഇട്ട ബ്ലോക്ക് ചെയ്ത് വയ്ക്കും യൂട്യൂബ്. കരോക്കെ ഇല്ലാതെ എൻ്റെ വോയിസിൽ ഞാൻ പാടും. ഇപ്പോൾ സംസാരിക്കുന്ന വോയിസ് അല്ല, എൻ്റെ പാടുന്ന വോയിസ് വേറെയാണ്. ഓക്കെ, എൻ്റെ ചാനലിലൊന്ന് കയറി നോക്കണം. കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് കയറി നോക്കണം, പാട്ടുകൾ കേൾക്കണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെന്താ പറയാൻ ഉദ്ദേശിച്ചത്? പിന്നെ ഒന്ന് അവർ പറഞ്ഞത് കാര്യം, ഈ വീഡിയോസ് എല്ലാം ഇടുന്നവരെ യൂട്യൂബേഴ്സ് പറയുന്ന കാര്യമാണ്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്നും അതിനെ ആക്റ്റീവാക്കി വെക്കണം. ചെറുതെങ്കിൽ ചെറുത്, വലുതെങ്കിൽ വലുത് വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും വളരും, നമുക്കും മോണിറ്റൈസേഷൻ ആവും. എപ്പോഴും ശുഭാപ്തി വിശ്വാസം നല്ലതാണ്. എന്നെപ്പോലെ നിങ്ങളും ശുഭാപ്തി വിശ്വാസക്കാരായിരിക്കൂ. ചെയ്യുന്ന പ്രവൃത്തി കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കൂ. വളരും, തീർച്ചയായും വളരും. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഗ്രൂപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചെങ്കിലും പേര് നമ്മളെ അറിയുന്നവരുണ്ടാവും, കുറച്ചെങ്കിലും പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. അങ്ങനെ വളർന്നോളും. സബ് കിട്ടും, കുറച്ച് ടൈം എടുക്കുമെന്നേ ഉള്ളൂ. എങ്കിലും എന്തായാലും നിർത്തണ്ട ആരും, എല്ലാവരും കണ്ടിന്യൂ ചെയ്യുക. ഈ യൂട്യൂബേഴ്സ് എല്ലാം സെറ്റിങ്സിൻ്റെ കാര്യം അവർ പറയുമ്പോൾ ഒരാൾ പറഞ്ഞ സെറ്റിങ്സ് തന്നെ മറ്റേ ആളും പറയുന്നത്, ആൾ പറയുന്നത് തന്നെയാണ് വേറൊരാളും പറയുന്നത്. അത് തന്നെ വീണ്ടും വീണ്ടും കേൾക്കും, പിന്നെയും കയറി നോക്കും. ഈ സെറ്റിങ്സ് എല്ലാം ഉണ്ടോ? എല്ലാം ഉണ്ട്, പക്ഷേ ഇവിടെ ഫലമൊന്നുമില്ല. പക്ഷെ ഒന്ന് പറയാം, യൂട്യൂബ് കുറച്ച് സ്ലോ ആണ്. ഏതെങ്കിലും ഒരു വീഡിയോ എങ്കിലും വൈറലായാൽ നമുക്ക് കുറച്ചൊരു രക്ഷയുണ്ട്. അതിനുവേണ്ടി പരിശ്രമിക്കുക, വിശ്വാസം കൈവിടാതിരിക്കുക. ഓക്കെ, അതിനുവേണ്ടി പിന്നെ ദിവസേന നിങ്ങളുടെ എന്താണോ കണ്ടന്റ്, നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ, എല്ലാവർക്കും എല്ലാവരെ പോലെ ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ അവരവരുടെ കഴിവ്, അവരവർക്കുള്ള കഴിവുകൾ അവരവർ ചെയ്യുക. അത് കാണാനും ആൾക്കാരുണ്ടാവും, അത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ടാവും. കുറച്ച് പേരെങ്കിലും സപ്പോർട്ട് ചെയ്യും നമ്മളെ. ഓക്കെ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എന്നെപ്പോലെ വിഷമം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. തിരിച്ചും ഉണ്ടാവും സപ്പോർട്ട്. എല്ലാവരുടെയും ചാനൽസ് കാണുക, എൻ്റെ പ്രത്യേകിച്ച് പാട്ടുകൾ കേൾക്കുക. ഓക്കെ, ഏതെങ്കിലും പാട്ടുകൾ പാടണമെങ്കിൽ പറഞ്ഞാൽ പാടും.